നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവും. ഞാൻ സംസാരിക്കുന്ന ആളുകളിലെല്ലാം ഇത് കാണാറുമുണ്ട്. പക്ഷേ ഇവരെ രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. വിജയിക്കാൻ സാധ്യതയുള്ള ആളുകൾ, വിജയിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത ആളുകൾ. അതിന് പ്രത്യേകം ചില ക്യാരക്ടേഴ്സ് കൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുക. ഒരു എക്സാമ്പിളോടുകൂടി തന്നെ ഞാനിതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിന് കാരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അപ്പോൾ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ലയൻറ്റിനെ കാണാനായിട്ട് പോയതാണ്. ക്ലയൻറ്റിൻ്റെ ഓഫീസിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പ്, നമ്മുടെ നാട്ടിലെ ചെറിയ ഒരു കടയുണ്ടല്ലോ, അതായത് ബേസിക് ആയിട്ടുള്ള ഗ്രോസറി ഐറ്റംസ് കിട്ടുന്ന, ബേസിക് ആയിട്ടുള്ള നമുക്ക് ഡെയിലി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന കടയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കടയുണ്ട്. ഏകദേശം ഒരു 12 മണിയായപ്പോൾ ഞാൻ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഓണർ, ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർ അതിനുള്ളിൽ ഇരിപ്പുണ്ട്. ഉള്ളിരിക്കുന്ന സമയത്ത് ആളെന്തോ ഒരു സിനിമയുടെ റീലും കാര്യങ്ങളും ഒക്കെ കണ്ട് അവിടെ ഇരിപ്പുണ്ട്, വിശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ കടയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു രീതിയിലും റാക്കൊന്നും വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല. പല ഏരിയയിലും പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ സാധനം ഞാൻ എൻ്റെ ക്ലയൻറ്റിനോട് സൂചിപ്പിക്കുകയും ചെയ്തു. ആൾക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെറുതെ കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്നുള്ളത്. ഇതുപോലെ തന്നെ ഞാൻ കാസർഗോഡ് ജില്ലയിലെ കോളിച്ചാൽ എന്ന് പറയുന്ന ഒരു മലയോര മേഖലയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഇതുപോലെ തന്നെ ഇതേ സെയിം ടൈപ്പുള്ള ഷോപ്പ് ലാസ്റ്റ് ഇയർ കണ്ടിരുന്നു. ആ ഷോപ്പിലെ ആൻ്റണി എന്നാണ് ആളുടെ പേര് കേട്ടോ. അപ്പോൾ ഈ ആൻ്റണി ചേട്ടൻ അവിടെ വരുന്ന, ആ കടയിൽ വരുന്ന ആളുകളുടെ എല്ലാം നമ്പർ കൃത്യമായിട്ട്, അതായത് പുതിയതായിട്ട് വരുന്ന ആളുകളുടെ എല്ലാം നമ്പർ കൃത്യമായിട്ട് ബുക്കിൽ എഴുതി വെക്കാറുണ്ട്. ഇവൻ എൻ്റേത് വരെ എഴുതി വെച്ചതിന് ശേഷം ഈ നമ്പറുകളിലേക്കെല്ലാം കൃത്യമായിട്ട് ആ കടയിൽ വരുന്ന പുതിയ ഐറ്റത്തിൻ്റെ ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ഒരു വാഴക്കൊല വന്നാൽ പോലും ആൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരും. നാട്ടിൽ ഇന്ന ആൾ കൊണ്ട് തന്നതാണ്, ഓർഗാനിക് ആണ്, അപ്പം അതുകൊണ്ട് തന്നെ ഇത്ര കിലോ ഉള്ളൂ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ആളുടെ ബിസിനസ് മോഡൽ ഡിഫറെൻ്റ് ആണ് അല്ലേ. ആൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ്, കൃത്യമായിട്ട് സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന, ആളുടെ കസ്റ്റമേഴ്സ് ഇല്ലാത്ത ഫ്രീ ടൈം എന്ന് പറയുന്ന ടൈം സ്പെൻഡ് ചെയ്യുന്നത് പ്രൊഡക്റ്റീവായിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസ്, അതായത് ഈ ബിസിനസ്സിലേക്ക് കൂടുതൽ സെയിൽസ് കൊണ്ടുവരാനായിട്ടും ആളുടെ ലാഭം കൂട്ടാനായിട്ടുമുള്ള ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്കാണ് സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മളൊരു ചെറുകിട ബിസിനസ്, അതായത് നാട്ടിലൊരു തട്ടുകടയാണെങ്കിലും നാട്ടിലൊരു ചെറിയ ഗ്രോസറി ഷോപ്പാണെങ്കിലും, കോർണർ ഷോപ്പ് എന്ന് പറയാം, അത്തരത്തിലുള്ള ഷോപ്പാണെങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പലപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മളുടെ നാട്ടിലൊരു ഗ്രോസറി ഷോപ്പാണ്, വരാനുള്ള ആളുകളെല്ലാം വന്ന് വാങ്ങിച്ചോട്ട് പൊക്കോളും, അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കും പലപ്പോഴും ബിസിനസ്സുകൾ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഒരു ചെറുകിട ബിസിനസ് ആണെങ്കിലും, ഒരു ഇടത്തര ബിസിനസ് ആണെങ്കിലും, ഒരു കോർപ്പറേറ്റ് ബിസിനസ് ആണെങ്കിലും, ഇവിടെ എല്ലാം ചെയ്യുന്ന ആക്ടിവിറ്റീസ് സെയിം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജി പലപ്പോഴും സെയിം തന്നെയാണ്. ഡേറ്റ കളക്ഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ആൻ്റണി ചേട്ടൻ ബുക്ക് എഴുതി വെച്ചു. എന്നാൽ കോർപ്പറേറ്റിലേക്ക് വരുമ്പോൾ അത് ഓട്ടോമേറ്റ് ചെയ്യും, അല്ലെങ്കിൽ AI സഹായം സ്വീകരിക്കുന്നുണ്ടാവും. അപ്പം ഒന്നെങ്കിൽ ERP, അല്ലെങ്കിൽ ബുക്ക്, അല്ലെങ്കിൽ AI, ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളത് ബിസിനസിന്റെ സൈസിനനുസരിച്ച്, സ്കെയിലിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. പക്ഷേ ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഡേറ്റ കളക്ഷൻ തന്നെയാണ്. നമ്മളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡേറ്റ കൃത്യമായിട്ട് കളക്ട് ചെയ്യുകയും അതിനുശേഷം നമ്മളുടെ അടുത്തുള്ള പ്രൊഡക്റ്റും സർവീസുകളും അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയല്ലേ. ഈ രണ്ട് ക്യാരക്ടറും വ്യത്യാസം തന്നെയല്ലേ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കോഴഞ്ചേരി കണ്ട ആളും രണ്ടാമത് കോളിച്ചാൽ കണ്ട ആളും തമ്മിലുള്ള ക്യാരക്ടർ രണ്ടിനും വ്യത്യാസമാണ്. ഒരാൾ വിജയിക്കാൻ പോകുന്ന ബിസിനസ്സുകാരനാണ് എന്നാണെങ്കിലും ആൻ്റണി ചേട്ടൻ വിജയിച്ചിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അതേ സമയത്ത് കോഴഞ്ചേരി പറഞ്ഞ ആള് ഇന്നും എന്നും നാളെയും ഒക്കെ ഇതേ രീതിയിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ആളുടെ ബിസിനസ് ഉണ്ടാവും. അപ്പം വിജയിക്കണമെങ്കിൽ യു ഹാവ് ടു ഡു സംതിങ് എക്സ്ട്രാ. ഒരു റീറ്റെയിൽ ഷോപ്പാണെങ്കിൽ കൂടെ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കസ്റ്റമേഴ്സോട് കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റും, അവരിലേക്ക് ഡെലിവറി എത്തിക്കാൻ പറ്റും. ഇതെല്ലാം പോസിബിൾ ആണ്. അപ്പോൾ വിജയിക്കാൻ പോകുന്ന ബിസിനസ്സുകാരും പരാജയപ്പെടാൻ സാധ്യതയുള്ള ബിസിനസ്സുകാരും തമ്മിൽ ഉള്ള വ്യത്യാസം ഇതാണ്. അവരുടെ ക്യാരക്ടറിലാണ്, അപ്രോച്ചിലാണ്. സോ ഇത് മനസ്സ് സൂക്ഷിച്ചിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും പുതിയ ബിസിനസ് തുടങ്ങാനും ഇപ്പം ബിസിനസ് ഉള്ള ആളുകൾ അവരുടെ തോട്ട് പ്രോസസ്സിനെ മാറ്റിയെടുക്കാനായിട്ടും.